ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എല്ലാവരും 5ാം ക്ലാസ്സിലുള്ളവരല്ലേ? 5ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ക്ലാസ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ഹിന്ദിയാണ് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഹിന്ദിയാണ്. ഹിന്ദി പഠിച്ചുകൊണ്ട് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ ഇന്നുകൊണ്ട് തുടങ്ങാം. ഓക്കെ, എല്ലാം റെഡിയല്ലേ? നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് നോക്കിയാൽ ദുലാരെ പൽ. ദുലാരെ പൽ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കി. ദുലാര എന്ന് പറഞ്ഞാൽ ഡിയറസ്റ്റ്, നമുക്ക് പ്രിയപ്പെട്ടത്, ഒരുപാട് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ് മീനിങ്. പൽ മീൻസ് മൊമെൻറ്റ്, നിമിഷം. അപ്പോൾ ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ഓക്കെ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നിമിഷങ്ങൾ, അതാണ് ദുലാരെ പല്ലിൻ്റെ മീനിങ്. ദുലാരെ പൽ എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ലാണ്. കവിതയുടെ പേര് ധൂപ്പ് ആ ഗയി. ധൂപ്പ് ആ ഗയി കവിതയുടെ പേര്. കവിത എഴുതിയിരിക്കുന്ന കവിയുടെ പേര് പ്രയാഗ് ശുക്ല. ഓക്കെ അല്ലേ? അപ്പോൾ കവിതയുടെ പേരെന്താണ്? ധൂപ്പ് ആ ഗയി. ധൂപ്പ് ആ ഗയിയുടെ മീനിങ് എന്താണെന്ന് നോക്കിയേ. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൺലൈറ്റ് അല്ലേ, വെയിൽ, അത്. അപ്പോൾ ധൂപ്പ് വെയിൽ, ആ ഗയി മീൻസ് വന്നു. അപ്പോൾ വെയിൽ വന്നു, അതാണ് നമ്മുടെ കവിതയുടെ പേര്. കവിതയിലേക്ക് പോകാം. നോക്കിയോ. ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയും പ്യാരി പ്യാരി മഹക്കീം, കലിയും ക്യാരി ക്യാരി മഹക്കീം, കലിയും ഇത്തിനി സാരി മഹക്കീം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ. മീനിങ് നോക്കാം. ധൂപ്പ് ആ ഗയി മീനിങ് എന്താണ്? ധൂപ്പ് വെയിൽ, ആ ഗയി വന്നു. അപ്പോൾ ധൂപ്പ് ആ ഗയി വെയിൽ വന്നു. സുബഹ് സുബഹ് കി, എപ്പോഴാണ് വന്നേ? രാവിലെ. വെയിൽ വരുന്ന രാവിലെ അല്ലേ? അപ്പോൾ സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. അപ്പോൾ രാവിലത്തെ വെയിൽ വന്നു. അതായത് രാവിലെ നമ്മുടെ മോർണിംഗ് സൺ, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉള്ള വെയിലില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ വെയിൽ വന്നു. കലിയും പ്യാരി പ്യാരി മഹക്കി. കലിയും പൂവിൻ്റെ മൊട്ടുകളാണ് കലിയും. കലി മൊട്ട്, കലിയും മൊട്ടുകൾ. ഇപ്പോൾ കലിയും മൊട്ടുകൾ എന്ത് ചെയ്തു? പ്യാരി പ്യാരി മഹക്കിയും. പ്യാരി പ്യാരി, പ്യാരി മീൻസ് പ്രിയപ്പെട്ടത്, ലവബിൾ എന്നൊക്കെയാണ് മീനിങ്. ലവ്ലി, മനോഹരമായതെന്നും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്യാരി പ്യാരി മഹക്കിയും. മഹക്ക് മീൻസ് സുഗന്ധം, ഫ്രാഗ്രൻസ്, പൂക്കളുടെ സുഗന്ധമില്ലേ, അത്. ഇപ്പോൾ മഹക്കിയും എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി എന്നാണ്. ഇപ്പോൾ പൂമുട്ടുകൾ എന്ത് ചെയ്തു? പ്യാരി പ്യാരി മഹക്കിയും, വളരെ ലവിങ് ആയിട്ടുള്ള സുഗന്ധം പരത്തി, വളരെ മനോഹരമായ സുഗന്ധം പരത്തി. ആര്? പൂവിൻ്റെ മുട്ടുകൾ. കലിയും ക്യാരി ക്യാരി മഹക്കി. വീണ്ടും മുട്ടുകൾ എന്താ ചെയ്തേ? ക്യാരി ക്യാരി. ക്യാരി മീൻസ് ഫ്ലവർ ബഡ് എന്നാണ്, പൂത്തടം. അവിടെയും എന്ത് ചെയ്തു? മഹക്കിയം, സുഗന്ധം പരത്തി. ക്യാരി ക്യാരി, ഓരോ പൂത്തടങ്ങളിലും എന്ത് ചെയ്തു? മുട്ടുകൾ സുഗന്ധം പരത്തി. പൂത്തടങ്ങളിലെല്ലാം പൂമുട്ടുകളുണ്ടല്ലോ, ആ പൂമുട്ടുകളൊക്കെ എന്ത് ചെയ്തു? ഓരോ പൂത്തടങ്ങളിലും സുഗന്ധം പരത്തി. കലിയും ഇത്തിനി സാരി മഹക്കി. കലിയും ഇത്തിനി സാരി മഹക്കി. ഇത്തിനി സാരി, ഒരുപാട്, ഒത്തിരി, ഒരുപാട് സുഗന്ധം പരത്തി. അപ്പോൾ എല്ലായിടത്തും പൂത്തടങ്ങളിലെല്ലാം മനോഹരമായ സുഗന്ധം പരത്തി. ആര്? കലിയും, പൂമുട്ടുകൾ. നമ്മുടെ പ്രഭാത സൂര്യൻ വന്നപ്പോൾ, ആ സൂര്യരശ്മികൾ വന്ന സമയത്ത്, ആ വെയിലിൻ്റെ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. പൂവിൻ്റെ മുട്ടുകൾ ഓരോ പൂത്തടങ്ങളിലും ഒരുപാട് സുഗന്ധം പരത്തി. ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കിയാൽ ഹവ ബഹ് രഹി ഡണ്ടി ഡണ്ടി, കോം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, ഫുദക് ഫുദക് കർവേവി ചഹക്കി. ഇത്രയുമാണ് സെക്കൻഡ് സ്റ്റാൻസ. എന്താണെന്ന് നോക്കി. ഹവ. ഹവ എന്താണ്? കാറ്റ്. കാറ്റ് എത്തിയത് ബഹ്രഹി, വീശിക്കൊണ്ടിരിക്കുകയാണ്, വീശിക്കൊണ്ടിരുന്നു. എങ്ങനെ വീശിക്കൊണ്ടിരുന്നു? ഡണ്ടി ഡണ്ടി. ഡണ്ട മീൻസ് തണുപ്പ്. അപ്പോൾ ഇവിടെ ഡണ്ടി ഡണ്ടി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. തണുത്ത കാറ്റ് വീണ്ടും വീണ്ടും വീശിക്കൊണ്ടിരിക്കുന്നു. കൂം രഹി. കൂം രഹ്ന. കൂംന മീൻസ് കറങ്ങുക, ചുറ്റിക്കറങ്ങുക, അലഞ്ഞു തിരിയുക എന്നൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ എന്താ ചുറ്റിക്കറങ്ങുന്നത്? കാറ്റാണ്. കാറ്റ് കൂം രഹി ഹേ, ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. ബഹ് ബഹ്ക്കി ബഹ്ക്കി, തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റ് തത്തിക്കളിക്കുന്നു, ചുറ്റി അടിക്കുന്നു കാറ്റ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഇനി ഉടുത്തി ഉടുത്തി. ഉടുന മീൻസ് പറക്കുക. അപ്പോൾ ഉടുത്തി ഉടുത്തി, പറന്ന് പറന്ന് ആരോ വന്നു. ആര് വന്നു? ആയി ചിടിയ. ആയി വന്നു. ആര് വന്നു? ചിടിയാവുന്നു, പക്ഷികൾ. ചിടിയോം. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, പക്ഷികൾ പറന്ന് പറന്ന് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേ? കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു, കാറ്റ് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പക്ഷികൾ പറന്നു വന്നു. ഫുദക് ഫുദക് കർബേവി ചഹക്കി. ഫുദക് ഫുദക്, അവർ വന്നിട്ട് ചാടി ചാടി കളിക്കുന്നുണ്ട്. കാറ്റത്തവർ കാറ്റടിക്കുന്നുണ്ട്, ആ സമയത്ത് ഇവർ പറന്നു വരുന്നുണ്ട്. പറന്നു വന്നിട്ട് അവരവിടെ ചാടി ചാടി കളിക്കുന്നുണ്ട്. പേ ഫി ചഹക്കി. പേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണേ. ഫുദക് ഫുദക്കർ, ചാടി ചാടി കളിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? ചഹക്കിയും, ചിലച്ചു. ചിലച്ചുകൊണ്ട് ശബ്ദമുണ്ടാകുന്നുണ്ട് പക്ഷികൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കവിത. അടുത്ത ആക്ടിവിറ്റി നോക്കിയേ.
രംഗ് ഫരം കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പടം എന്തിൻ്റെയാണ്? കലിയ ഒരു മൊട്ടാണ്, പൂവിൻ്റെ മൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് ഒരു ചിടിയായാണ്. ഈ രണ്ട് പിക്ചേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളല്ല, ഈ പൂമുട്ടിനും പക്ഷിക്കും ചേർന്ന കളറുകൾ ഏതാണോ ആ കളറുകൾ കൊടുക്കുക. കുറച്ച് കളറുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ലാല് റെഡ്, ചുവപ്പ്, ഹര പച്ചയാണ് ഗ്രീൻ, അടുത്ത കാല ബ്ലാക്ക് കറുപ്പ്, നീല ബ്ലൂ നീല തന്നെ. അപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കുന്ന കളേഴ്സിൻ്റെ മീനിങ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ശബ്ദ ബഹുശാനയും കവിതാമയും രേഖാങ്കിത് കരും. തന്നിരിക്കുന്ന വാക്കുകൾ നോക്കിയിട്ട് കവിതയിൽ ഈ വാക്കുകൾ എവിടെയാണോ വരുന്നത് അവിടെ അണ്ടർലൈൻ ചെയ്യുക. ഏതൊക്കെയാണ്? കലിയോം മുട്ടുകൾ, ക്യാരി പൂത്തടം, ഹവ കാറ്റ്, ചിടിയോം പക്ഷികൾ, ധൂപ്പ് വെയിൽ. അപ്പോൾ ഇതൊക്കെയാണ് വാക്കുകൾ. കവിത വായിച്ച് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ ഈ വാക്ക് വരുന്നത് അവിടെ അണ്ടർലൈൻ ചെയ്യുക. വേർഡ്സൊക്കെ എഴുതി പഠിക്കുക. മീനിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സ് ബുക്കിൽ എഴുതിയെടുത്തിട്ട് പഠിക്കുക. എന്നിട്ട് കവിത വായിച്ച് നോക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സ്റ്റേ സബ്സ്ക്രൈബ്ഡ്. ടാറ്റ.